ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. അരി ഒന്നും വെള്ളത്തിലിടാതെ ഇതുപോലെ നല്ല പതച്ച് വന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് അടിച്ചാതെ വീഡിയോ കാണണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ മെഷർമെൻറ്റൊക്കെ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ അടിഭാഗത്ത് ഒരുപാട് കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം പൊടിയിട്ടത്. ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. ഇനി അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ അവൽ 1/4 കപ്പ് ചേർത്താലും മതി കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ. നല്ല വീര്യം കൂടി ഈസ്റ്റാണ്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാൻ 2.25 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ 1/4 ഭാഗത്തോളമാണ് ഈ ഒരു മാവുള്ളത്. ഇതൊരു മാക്സിമം ഒരു 3 മണിക്കൂർ നേരമെങ്കിലും നല്ലോണം ഒന്ന് പുളിച്ച് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഞാനിവിടെ ഓവർനൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ ആയതിനു ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാക്കണം ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒഴിച്ച് വെച്ച പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാക്കണം ഈ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാത്രം മുഴുവനായിട്ടായി വന്നിട്ടുണ്ട്. അടപ്പിൽ വരെ തട്ടി നിൽക്കേനു കേട്ടോ. നമുക്ക് രാവിലെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിക്കരല്ലേ. നമ്മൾ ബാറ്റർ ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ എന്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇഡ്ഡലി മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയായിരിക്കും നമുക്ക് ഇതുപോലെ പൊന്തി വന്നാൽ കിട്ടുക. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു പാലപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചുറ്റിക്കുന്ന സമയത്ത് തന്നെ ഇതാക്കണം ഇതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇത് അടച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അടച്ചിട്ടാലാണ് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് പൊന്തി വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത്ര വലിയ പെർഫെക്റ്റ് ആയിക്കാണ്ട് പൊന്തി വരില്ല. അപ്പോൾ നല്ലോണം ഇതുപോലെ ആയതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കേട്ടോ ഈ രീതിയിൽ സെൻറ്റർ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ഒരുപാട് കളർ മങ്ങാൻ നിൽക്കണ്ട കേട്ടോ. ഒരു വെള്ള കളറിൽ തന്നെ നമുക്ക് എടുക്കാൻ നോക്കണം. ഞാനിവിടെ ഫ്ലെയിം കൂട്ടിക്കാണ്ടാണ് വെച്ചത് കേട്ടോ. പിന്നീടാണ് ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെ ലോ ഫ്ലെയിമിലാണ് ഓരോന്ന് ചുട്ടെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ചിക്കൻ കറീൻ്റെ കൂടെയും അതുപോലെ തന്നെ മുട്ടക്കറീൻ്റെ ഒക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ്. കണ്ടില്ല അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.